വി.എസ്. അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ വീട്ടുകാർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വി.എസ്. അച്യുതാനന്ദന് എന്താണ് സംഭവിക്കുന്നത്? ഇത് കുറച്ചു നാളുകളായി അവിടെ മാധ്യമങ്ങൾ മുഴുവൻ തമ്പടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും അതികായകനായ ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമാണ് വി.എസ്. അച്യുതാനന്ദൻ. അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ശക്തിധരൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ഒരുവിധമൊക്കെ ചർച്ചയായി വരുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വി.എസ്. ആകുമ്പോൾ ബക്കറ്റിലെ സങ്കടം മതി, പാർട്ടി കണ്ണീർ കടൽ വേണ്ട. എന്തോ ഒന്ന് കുത്തി പറയുന്നത് പോലെ തോന്നുന്നില്ലേ? CPM-ൽ സമസ്ത അധികാരവും കൈയടക്കി വച്ച് തിരുവായ്ക്ക് എതിർവായ് ഇല്ലെന്ന സ്ഥിതി വരുത്തി വച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ ദയാദാക്ഷിണ്യത്തിലാണ് അതിന്റെ സ്ഥാപക നേതാവ് മരണവുമായി മല്ലിട്ട് കഴിയുന്നതെന്ന് ജനങ്ങൾ അറിയുന്നുണ്ടോ? CPM ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ മുച്ചൂടും തഴഞ്ഞെങ്കിലും പിന്നീട് ഉയർന്ന മുറുമുറുപ്പിനെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിഷ്ഠിക്കാൻ നിർബന്ധിതമായത്. കേരളത്തിലെ ഏഴകൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി ഭീകരമർദ്ദനങ്ങൾ അനുഭവിച്ച ഒരു അതികായകന്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളമേ കണ്ണു തുറന്ന് കാണും. ഇതാണ് കമ്മ്യൂണിസത്തിലെ രാഷ്ട്രീയ പക. എല്ലാ പാർട്ടികൾക്കും ജന്മസിദ്ധമാണ് ഈ പക. വി.എസ്. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാൻ കൊല്ലാക്കൊല ചെയ്തും നിന്ദിച്ചും പുലഭ്യം വിളിച്ചും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചും അടിക്കടി തരം താഴ്ത്തിയും ആവുന്നിടത്തോളം ക്രൂശിച്ചു. കൊക്കിയിൽ ജീവനുള്ളിടത്തോളം കാലം മുതലാളിത്വത്തിനും അതിൻ്റെ വൈതാളികൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കാണിച്ചു. അവസാന നിമിഷവും പൊരുതുകയാണ് വി.എസ്. കഴിഞ്ഞ മാസം 23-നാണ് വി.എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനിടെ മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തിയത് ഒറ്റ തവണയാണ്. എന്തൊരു മഹാമനസ്കത! ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ ഓർത്ത് കേരളം കരയണമോ ലജ്ജിക്കണമോ? ഇതേപോലെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട AKGയുടെ മനസ്സിന് ബലം കൊടുക്കാൻ ജനങ്ങൾ ഓരോ ദിവസവും ആശുപത്രിയിലേക്ക് കുതിച്ചത്. ഒരു വിപ്ലവ പാർട്ടിക്ക് ജന്മം നൽകിയതിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവിന്റെ ആയുസിന്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പറയുന്നു. അടുത്ത ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക് ഇറങ്ങുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അതായത് നമ്മളിത് പറയുമ്പോൾ ആ ബുള്ളറ്റിൻ ഇറങ്ങിക്കഴിഞ്ഞു. അതിലൂടെയുള്ള ഏതാനും വരി അറിയിപ്പാണ് ജനങ്ങളുടെ ഏക ആശയം. പാർട്ടി കാരണഭൂതനെ പേടിച്ച മൗനത്തിലാണ് പാർട്ടി അണികളും. ആ റോഡ് വഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും യാത്ര മുടക്കിയിരിക്കുകയാണ്. കാരണഭൂതന്റെ ശിങ്കിടികൾ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അയാളുടെ കഥ കഴിയും. ആയിരക്കണക്കിന് പാർട്ടി ബ്രാഞ്ചുകളുള്ള ഈ പ്രദേശത്ത് വി.എസിനോട് മമതയുള്ള 5000 പേരെ കിട്ടാൻ പാർട്ടിക്ക് എത്ര സമയം വേണം? പാർട്ടി കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ അന്ത്യമണിക്കൂർ കടന്നു പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കടമയില്ലേ? അതിനീചനായ കേസിലെ പ്രതിയായ PP ദിവ്യയെ ജയിലിൽ നിന്ന് ഇറക്കി ആനയിക്കാൻ ഭാര്യ സമേതം എത്തിയ ഈ സെക്രട്ടറിക്ക് വി.എസിനോട് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ കഴിയുന്നു? ഒരു സംസ്ഥാന സെക്രട്ടറി എത്രേ? സ്വന്തമായി പത്രങ്ങളും ചാനലുമുള്ള CPM-ന് ഈ പാർട്ടി സ്ഥാപിച്ച നേതാവിനോട് ഇത്രയും കടപ്പാടേ ഉള്ളൂ? 5 ലക്ഷത്തോളം അംഗങ്ങളുള്ള പാർട്ടിയിൽ ഒരില അനങ്ങിയ അനുഭവം പോലും കാണാത്തത് എന്തുകൊണ്ടാണ്? വി.എസിന്റെ അന്ത്യയാത്ര ഉണ്ടായാൽ അത് എത്ര പരിമിതമായിരിക്കണമെന്ന് കർക്കശമായി തിട്ടൂരം നൽകിയിരിക്കുകയാണ്. ആരാണ് വി.എസിനോടുള്ള പക തീർക്കാൻ നേതാക്കൾ ഓരോ അപരാധങ്ങളിൽ കുടുങ്ങിയ നേതാക്കൾ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. വി.എസിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാൻ നേരിട്ട് കാണാൻ അവസരം അനുവദിക്കാനെങ്കിലും ആ മണ്ണിലെങ്കിലും ചവിട്ടി നിന്ന് സായുജ്യമടയാൻ ഏഴകൾക്ക് അവസരം കൊടുക്കേണ്ടേ? ഇപ്പോൾ കാട്ടുന്ന അവഗണന മനുഷ്യത്വഹീനമല്ലേ? കേരളത്തിലെ തെരുവുകളിൽ വിതുമ്പിച്ചു നിന്ന പേരല്ല വി.എസ്. എന്ന ദ്വയാക്ഷരി. വി.എസിന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് വളർന്ന തലമുറ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവരെ എന്തുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർത്തിയിരിക്കുന്നു? ഇങ്ങനൊരവസ്ഥ കേരളം പ്രതീക്ഷിച്ചതാണോ? പിണറായി വിജയന്റെ ഹുങ്കിനെയാണോ കേരളം ഭയക്കുന്നത്? വി.എസ്. സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ വെപ്പ്? അതും വല്ലതും ആശുപത്രി വരാന്തെങ്കിലും സന്ദർശിക്കുന്ന ആർക്കെങ്കിലും തോന്നുമോ? വി.എസിനെ ഇങ്ങനെ
തമസ്കരിക്കാമോ? ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആയിരുന്നു ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിൽ ഇതായിരുന്നു പാർട്ടിയിലെ അവസ്ഥ. വിദഗ്ധ ഡോക്ടർമാർ യഥാസമയം മുന്നറിയിപ്പ് നൽകിയിട്ടും പാർട്ടി അതിൽ ഒരു ഉത്കണ്ഠയും കാണിക്കാത്തത് എന്തുകൊണ്ട്? ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പോരാടി കേരളത്തെ ഏഴകളുടെ സ്വർഗമായി മാറ്റാൻ ശ്രമിച്ച VS-ന് ഇത്ര പരിഗണനയെ അർഹിക്കുന്നുള്ളൂ. നൃതശംസ. ഇതെന്താ കലികാലമോ? ഇങ്ങനെയാണ് ശക്തിധരൻ തൻ്റെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ VS എന്ന മഹാമേരു, അങ്ങനെ തന്നെ പറയണം, VS-നെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരിക്കൽ പിണറായി അധികാരം പിടിക്കാനായി തിരഞ്ഞെടുപ്പ് നടത്തിയത്. കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റിരുന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് പോലും VS എന്ന് കേട്ടാൽ വലിയ സ്നേഹവും ആദരവും ബഹുമാനവുമാണ്. അത്രത്തോളം VS ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജനകീയനായ ഒരു നേതാവായി മാറി. ആ VS-നെ ഇപ്പോൾ ആരാണ് പുറന്തള്ളുന്നത്? ഇത്ര അംഗീകാരം മതിയോ VS-ന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ? പിണറായി ഒരു ദിവസം വന്ന് കണ്ടു പോയി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതിലപ്പുറം അവസാന യാത്രയിൽ VS-ന് നൽകാൻ കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? കോടിയേരി ബാലകൃഷ്ണന് സംഭവിച്ചതുപോലെ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് പോലും വയ്ക്കാതെ നേരെ കണ്ണൂർക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം പോലും നടത്തിക്കാതെ ചിലർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കണ്ണൂരിലെത്തി കോടിയേരിയെ ദഹിപ്പിച്ചു. അതുപോലെ തിരുവനന്തപുരത്തെ AKG സെന്ററിൽ അവസാന നിമിഷം കയറാനുള്ള ഒരു അവകാശം പോലും VS-ന് നിഷേധിക്കുമോ? VS-നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന എല്ലാം നിശബ്ദമായി തീർത്തു കളയുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. പക്ഷേ എടുത്തെടുത്ത് നമുക്ക് പറയാൻ സാധിക്കും, EK നായനാറിനും EMS-നും ഒക്കെ ശേഷം കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ എന്ന്. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ അതേ കാര്യങ്ങൾ തന്നെയാകും VS-നും കിട്ടാൻ പോകുന്നത്. കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു നേതാവ്. മുഷ്ടി ചുരുട്ടി VS ഇൻക്ലാബ് സിന്ദാബ് എന്ന് വിളിക്കുമ്പോൾ കൂടെ വിളിക്കാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. പരിഹാസത്തോടു കൂടി ശത്രുക്കളെ അല്ലെങ്കിൽ എതിരെ നിൽക്കുന്നവരെ ഓരോ വാക്കുകൾ കൊണ്ട് നോവിക്കുമ്പോഴും ആ നോവൽ ശത്രുക്കൾ കേൾക്കാത്തത് VS-ന്റെ തനതായ ശൈലിയിൽ VS പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ടാണ്. ഒരു മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് VS പറഞ്ഞിട്ടില്ല. ഒരു പരിധി വരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നോക്കിയ VS അച്യുതാനന്ദൻ ഇന്ന് ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. തീർച്ചയായും ഇതല്ല അണികൾ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു നിമിഷമല്ല അണികൾ ആഗ്രഹിച്ചത്. പക്ഷേ ചിലരുടെയൊക്കെ അഹങ്കാരത്തിനും തിട്ടൂരത്തിനും ഒക്കെ പാർട്ടിക്ക് തല കുനിക്കേണ്ടി വന്നു. പാർട്ടിയുടെ കൈകൾ ചങ്ങലക്കിടേണ്ടി വന്നിരിക്കും.